സെൻട്രൽ ആർമഡ് പോലീസ് സാലറി പാക്കേജിലേക്ക് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ SBI അക്കൗണ്ടിൽ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് യൂനോ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഇത് CRPF, BSF, ITBP, ആസാം റൈഫിൾ അങ്ങനെ ഉള്ള പാരാമിലിറ്ററി ഫോഴ്സാണ്. നിങ്ങളുടെ സാലറി പാക്കേജ് SBIയിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് സാലറി പാക്കേജിലേക്ക് ചേഞ്ച് ആയെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. അതിനായി നിങ്ങൾ യൂനോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. യൂനോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. യൂനോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ചോദിക്കും ആ പിൻ നമ്പർ നിങ്ങളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവും. അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ കാണും. ആ അക്കൗണ്ടിൽ നിങ്ങൾ ഇതേ രീതിയിൽ ആ അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് നിങ്ങൾ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം നിങ്ങളുടെ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻസ് എന്ന് കാണാം. നിങ്ങളുടെ SBCHQCAPSP ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഡയമണ്ട് എന്ന് എഴുതിയിട്ട് കാണാം. ആണ് ഉള്ളതെങ്കിൽ സുബേദാർ മേജർ, ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിൾ, ഫാൾവേഴ്സ് ഇവർ ഇതിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ് ആണ് വേണ്ടത്. ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. വളരെ പെട്ടെന്ന് നിങ്ങൾ SBI ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അഥവാ നിങ്ങൾക്ക് യൂനോ ആപ്ലിക്കേഷൻ വഴി ഇത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്കിത് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്കിത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. CAPSP ഇതിലേക്ക് നിങ്ങൾ ചേഞ്ച് ആയെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. അതിനായി നിങ്ങളുടെ SBI അക്കൗണ്ട് സാധിക്കും. അതിനായി നിങ്ങൾ ഓൺലൈൻ SBI.SBI നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലോഗിൻ കാണാം. ഈ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ലോഗിൻ കാണാം. ഈ കണ്ടിന്യൂ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ് ഇവിടെ താഴെ കാണുന്ന ഈ കോഡ് നിങ്ങളോട് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളെ അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം ഇതേ രീതിയിൽ കാണാം. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ നിങ്ങളിവിടെ കാണാം. എൻ്റെ അക്കൗണ്ട് ഇതിൽ കാണാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലാസ്റ്റായിട്ട് ട്രാൻസാക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ ദി ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻ കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വ്യക്തമായിട്ട് കാണാം. ഇവിടെ കാണാം SBCHQCAPSP PUBIND ഇതേ രീതിയിൽ കാണാം. ഇവിടെ ഡയമണ്ട് എന്ന് കാണാം. ആക്ച്വലി നിങ്ങൾ ഡയമണ്ട് അല്ല അവിടെ നിങ്ങൾക്ക് വരേണ്ടത്. നിങ്ങൾക്ക് അവിടെ ഗോൾഡ് കാർഡാണ്. ഗോൾഡ് കാർഡിൽ വരുന്നത് സുബേദാർ, ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, ഫാൾവേഴ്സ് അവർക്കൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ് കാർഡാണ് വരേണ്ടത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ സാലറി അക്കൗണ്ട് സെൻട്രൽ ആർമഡ് ഫോഴ്സ് സാലറി പാക്കേജിലേക്ക് ചേഞ്ച് ആയോ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.